ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും SajuS TastelanDിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു സൂപ്പർ സോഫ്റ്റ് റെസിപ്പിയും അതുപോലെ തന്നെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള തേങ്ങയൊന്നും ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പിയും കൂടിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാം നോക്കാം. മുട്ടയോ ചോറോ അതൊന്നും ചേർക്കാതെ, അതുപോലെ തന്നെ സോഡയോ അതൊന്നും ചേർക്കാതെ വളരെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഓട്ടടയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് പച്ചരി ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മളിത് ഏത് ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും ഒക്കെ നമ്മളിത് കുതിർത്തുന്നതിന് മുമ്പായിട്ട് ഒരു 3-4 പ്രാവശ്യം നമ്മളിത് കഴുകണം. എങ്കിൽ അതിലുള്ള ആ പശയുടെ അതൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ആ റെസിപ്പി നന്നായിട്ട് കിട്ടാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഇത് നമുക്കൊരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തിയെടുക്കാം. ഞാനിപ്പോൾ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ഇന്ന് ഈ രാത്രി മുഴുവൻ ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് 1/2 കപ്പ് അവിലാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ നമ്മളിത് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2-3 മിനിറ്റ് മുമ്പ് നമുക്കിത് കുതിർത്തിയെടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളടുത്ത് അവിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറ് എടുക്കാവുന്നതാണ്. പക്ഷേ ചോറൊക്കെ എടുക്കുന്നതിനേക്കാട്ടിലും ഒന്നും കൂടി ടേസ്റ്റും ഒന്നും കൂടി നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വരുന്നതും അവിൽ ചേർക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കിത് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. തിളയ്ക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലുള്ള ഈ വെള്ളമൊക്കെ നൂറ്റി കളഞ്ഞിട്ട് നമുക്ക് അരി അരച്ചെടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് തേങ്ങയാണ്. അതായത് ഇപ്പോൾ നമ്മൾ 2 കപ്പ് പച്ചരി എടുക്കുമ്പോൾ അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ എടുക്കണം. ഇനി നമുക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അവിൽ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. നമുക്കിത് അരഞ്ഞ് കിട്ടാൻ ആവശ്യമുള്ള വെള്ളം മാത്രമേ നമ്മളിപ്പോൾ ഇതിലേക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ വെള്ളം ചൂടായി കിട്ടേണ്ടത്. ഒരുപാട് അങ്ങോട്ട് തിളയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ആ കുമിളകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നത് വരെ മാത്രം നമ്മളിത് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ അരിയുടെ ഈ ബാറ്ററിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് അപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ കട്ട കെട്ടാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അപ്പം തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് തിളച്ച് പോയാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് ഒരുമാതിരി അങ്ങോട്ട് ആവും. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിൽ വേണം നമ്മുടെ മാവ് കിട്ടാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം. ഒരു പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് കടുക് പൊട്ടിക്കുക, 2 ചുമന്ന മുളക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും നല്ലപോലെ ഒന്ന് വാടിക്കിട്ടണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, 1/2 ടീസ്പൂണ് ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കണം. ആ പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല.
അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കടല കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അതിൽ നിന്നൊരു ലേശം ഒരു 1/4 കപ്പ് കടല ഞാൻ മാറ്റിയിട്ടുണ്ട്. ബാക്കി മുഴുവൻ ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കടല ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ കടല വേവിച്ച വെള്ളം തന്നെ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ കടല വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഞാൻ അതിന് മാറ്റി വെച്ച ഒരു 1/4 കപ്പ് വേവിച്ച കടലയാണ് മാറ്റി വെച്ചതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ചൂടോടെ അരച്ചെടുക്കരുത്. കടല നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കറി വളരെ ടേസ്റ്റി ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് തേങ്ങയൊന്നും ചേർക്കുന്നില്ല എങ്കിൽ പോലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇത് ചിക്കൻ കറിയുടെയൊക്കെ ഒരു രുചി വരുന്ന ഒരു കറിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല കുറുകിയ ചാറ് പോലെയൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ കറി ഇരിക്കേണ്ടത്. ഈ ഒരു രൂപത്തിലാവുമ്പോൾ നമുക്കിത് മാറ്റണം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കുക. അതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് കുറച്ച് സമയം നമ്മൾ ഒരു 5 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായ രൂപം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാവ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഓട്ടട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിത് ഇതുപോലൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായി കിട്ടണം ഈ ചട്ടി, എങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഓട്ടട നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ നല്ല കട്ടിയുള്ള ഇതുപോലുള്ളൊരു ചട്ടി തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റവിലാണല്ലോ വെക്കുന്നത്, അതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ ചൂടാവുമ്പോൾ വിണ്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നും. മാത്രമല്ല നമ്മൾ ഓട്ടട ഉണ്ടാക്കാനായിട്ട് കുറച്ച് കുഴിയുള്ള ഇതുപോലെയുള്ള ചട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു തവിയും പിന്നെ ഒരു ലേശം കൂടെ മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. വേണമെന്ന് നിർബന്ധമില്ല, എങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ടിത് ഹൈ ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം ഇതുപോലെ വെക്കണം. അപ്പോൾ ഒരുപാട് ബബിൾസുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും, എല്ലായിടത്തും വരാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് വിടുവെച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ എടുത്തു മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, നിറയെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം ചട്ടി. അതുപോലെ തന്നെ ആ ബബിൾസുകളൊക്കെ വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം. അല്ലെങ്കിൽ അതിൻ്റെ അടി അങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതൊരു സുഖമായി കിട്ടില്ല. അപ്പോൾ അത്ര മാത്രമേ ഇതിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടടയും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓട്ടടയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഹോൾസുകളൊക്കെ വരുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഹാർഡായി പോകുന്നു എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു, ബൈ.